പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ൻ്റെ മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളന നടപടികൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതാണ്ട് 35,000-ലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി. 35,000 എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി സാവധാനം ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് പാർട്ടി സമ്മേളന നടപടികൾ കടന്നിരിക്കുക. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുവെങ്കിൽ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഒട്ടേറെ സ്ഥലങ്ങളിൽ കയ്യാങ്കളിയിലേക്കും അടിപിടിയിലേക്കും കേസിലേക്കുമൊക്കെ കടന്നിട്ടുണ്ട് എന്ന് പത്രവാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ലോക്കൽ സമ്മേളനങ്ങളിൽ അടിപിടിയാണെങ്കിൽ ഏരിയ സമ്മേളനങ്ങളിൽ വരുമ്പോൾ കത്തിക്കുത്ത് നടക്കാനും ജില്ലാ സമ്മേളനങ്ങളിൽ വരുമ്പോൾ വേണേൽ കൊലപാതകം നടക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഹാസ്യരൂപേണ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ആ നിലയിലേക്ക് ജീർണിച്ചിട്ടുണ്ട് ഈ പാർട്ടി. ആ നിലയിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഒരു ആകെത്തുകയായി ഈ പാർട്ടി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രിയായി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാമല്ലോ താഴെത്തട്ടിലെ പാർട്ടിയുടെ അവസ്ഥ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ, എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന 25 വർഷക്കാലമായി പാർട്ടിയെ തൻ്റെ കാൽച്ചുവട്ടിൽ നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ കൈവെള്ളയിൽ കരതലാമലകം പോലെ നിർത്തിയിരിക്കുന്ന പിണറായി വിജയനെതിരായിട്ടുള്ള പടയൊരുക്കം പാർട്ടിയുടെ ചുവന്ന കോട്ടയായിട്ടുള്ള കണ്ണൂരിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തട്ടകത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ, പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവപ്പ് കോട്ടയായി നമ്മൾ അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. CPM ജയിച്ചാലും തോറ്റാലും കണ്ണൂർ ജില്ലയിൽ ആധിപത്യം CPM-നായിരിക്കും. 3-4 സീറ്റ് വരെയൊക്കെ അവിടെ UDF-ന് കിട്ടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷം ജയിച്ചാലും തോറ്റാലും CPM-നായിരിക്കും അവിടെ സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM തന്നെയാണ്. പല പഞ്ചായത്തുകളിലും പ്രതിപക്ഷം പോലും ഇല്ലാത്ത പഞ്ചായത്ത് അവിടെ ഉണ്ട്. ചില മുനിസിപ്പാലിറ്റികളിൽ വരെ പ്രതിപക്ഷമില്ലാത്ത CPM മാത്രമുള്ള മുനിസിപ്പാലിറ്റികളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അടിമുടി ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ കണ്ണൂർ ജില്ലയിൽ ആധിപത്യമുള്ള പാർട്ടി CPM-ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള ജില്ലയും CPM-ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, സഹകരണ സംഘങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ പാർട്ടി സ്ഥാപനമാണ് പിന്നെ കണ്ണൂർ ജില്ലയിലെ CPM. ആ കണ്ണൂർ ജില്ലയിലെ CPM-ആണ് പതിറ്റാണ്ടുകളായി കേരളത്തിലെ CPM-ഉം അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ്റും ഭരിച്ചിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ നേരത്തെ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. 40-40 വർഷക്കാലമായി ഈ പറഞ്ഞതുപോലെ പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ലോബിയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ചെറിയൊരു കാലഘട്ടത്തിൽ PS അച്യുതാനന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ EMS സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടം ഒഴിച്ചാൽ, പിന്നെ ഉണ്ടായിരുന്ന CH കണാരൻ മുതൽ നായനാർ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, ഇപ്പോൾ MV ഗോവിന്ദമാസ്, ഇവരെല്ലാവരും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. മുഖ്യമന്ത്രി ആയിട്ടുള്ളത് 5 വർഷക്കാലം അച്യുതാനന്ദൻ ഇരുന്ന് ഒഴിച്ചാൽ ബാക്കി മുഖ്യമന്ത്രിമാരും നായനാരും പിന്നെ പിണറായിയും ഒക്കെയുമായിരുന്നു. പാർട്ടിയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ പോളിറ്റ് ബ്യൂറോയിലും പിന്നെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലുമൊക്കെ ഉള്ളത് കണ്ണൂരിൽ നിന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നായനാരുണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, ഇവർ ദീർഘകാലം പോളിറ്റ് ബ്യൂറോയിലുണ്ടായിരുന്നു. പിന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ട് EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ മുതലായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ, ഇപ്പോൾ അത് കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. അതിനുശേഷം പിണറായി വിജയനും MV ഗോവിന്ദനുമാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ളത്. MV ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ ലോബിയുടെ ആധിപത്യം പതിറ്റാണ്ടുകളായി CPM-ൽ വളരെ പ്രകടമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 85 അംഗ CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളതും കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ, എന്നാൽ ആ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നത് എൻ്റെ പ്രേക്ഷകരുമായി അതിൻ്റെ വിശദാംശങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കുന്നത്. ഏറ്റവും അവസാനം നടന്ന സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെതിരെ 3 പേർ ശബ്ദിച്ചതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അതിലൊരാളുടെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല. 2 പേരിൽ ഒരാൾ, ഒന്ന് MV ജയരാജനും 2 K ചന്ദ്രപിള്ളയുമാണ്. 3ാമത്തെ ആളുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അതിൽ MV ജയരാജൻ പിണറായി വിജയൻ്റെ നയങ്ങൾക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ശബ്ദിച്ചു എന്നതിന് ഇതുവരെ നിഷേധക്കുറിപ്പും വന്നിട്ടില്ല.
പക്ഷേ എം വി ജയരാജൻ പിണറായി വിജയനെതിരെ സംസ്ഥാന സമിതിയിൽ ശബ്ദിച്ചു എന്നുള്ളത് നമ്മളെല്ലാവരെയും ഒരർത്ഥത്തിൽ അത്ഭുത സ്തബ്ധരാക്കേണ്ടതാണ്. കാരണം കണ്ണൂർ പാർട്ടിയിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് എം വി ജയരാജൻ. എന്നുവെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവപ്പ് കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എം വി ജയരാജൻ. ആ എം വി ജയരാജൻ നമുക്കറിയാം പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ പ്രൈവറ്റ് സെക്രട്ടറി ആണോ എന്നറിയില്ല, അവിടെ ഉണ്ടായിരുന്നു. പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിണറായി വിജയനും അച്യുതാനന്ദനും തമ്മിലുള്ള വിഭാഗീയതയുടെ കാലഘട്ടത്തിൽ പിണറായി വിജയന് വേണ്ടി ഏറ്റവും ശക്തമായി നിന്നിരുന്ന വിഗ്രഹം ചുമക്കുന്ന കഴുത എന്നൊക്കെ പറഞ്ഞിട്ട് വി എസ് അച്യുതാനന്ദനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. ചെളിയിൽ കുത്തിയ നാട്ട എന്നൊക്കെ തന്നെ എം വി ജയരാജൻ എന്ന് വിമർശിച്ചതൊക്കെ നമുക്ക് പിന്നെ വലിയ വിവാദമായത് നമുക്കറിയാം. ആ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ തന്നെ പിണറായി വിജയനെതിരെ സംസ്ഥാന സമിതിയിൽ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള പോർമുഖം കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ തുറക്കുകയാണോ എന്നുള്ള സംശയമുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. നമുക്കറിയാം ദീർഘകാലം കണ്ണൂർ ജില്ലയിൽ നിന്ന് നായനാർ അന്തരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന രണ്ട് നേതാക്കന്മാർ, ഒന്ന് പിണറായി വിജയനും ഒന്ന് കോടിയേരി ബാലകൃഷ്ണനുമായി. കോടിയേരി ബാലകൃഷ്ണൻ അകാലത്തിൽ അന്തരിച്ചതിനെ തുടർന്ന് ഒഴിവ് വന്ന സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ വന്നു. ഇപ്പോൾ എം വി ഗോവിന്ദനും പിണറായി വിജയനുമാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോയിലുള്ള രണ്ട് പ്രമുഖർ. പിന്നെയുള്ളത് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളാണ്. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ നമുക്കറിയാം, പി കെ ശ്രീമതിയുണ്ട്, ഇ പി ജയരാജനുണ്ട്, പിന്നെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുണ്ട്. ഇവർ മൂന്ന് പേരുമാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. സുഹൃത്തുക്കളെ, നമുക്കിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പിണറായി വിജയനോട് അതൃപ്തിയുള്ളവരാണ്. അതിൽ ഓരോരുത്തരെ നമുക്കൊന്നെടുത്ത് പരിശോധിച്ച് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഇ പി ജയരാജനാണ്. ഇ പി ജയരാജൻ പുറമേ പിണറായി ഭക്തനാണെന്നൊക്കെ പറയുമ്പോഴും പിണറായി വിജയനോട് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളയാൾ ഇ പി ജയരാജനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ മാസ്റ്ററുമായിട്ടും തർക്കമുണ്ട്. എന്തായാലും വലിയ അതൃപ്തനാണ് ഇ പി ജയരാജൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഇ പി ജയരാജൻ ഏറ്റവും വലിയ അതൃപ്തനാണ്. ഇ പി ജയരാജൻ്റെ ഭാര്യ സഹോദരിയായിട്ടുള്ള പി കെ ശ്രീമതിയും അതൃപ്തയാണ്. അവർക്കും ഇന്നത്തെ പാർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള റോളുമില്ല, സ്ഥാനവുമില്ല. അവർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്ന് പറയാം എന്നതിലപ്പുറത്തേക്ക് അവർക്ക് യാതൊരു റോളും CPM-ലില്ല. അതുപോലെ തന്നെ കെ കെ ശൈലജയുടെ സ്ഥിതി എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവർ പിണറായി വിജയൻ്റെ എതിർപ്പിന് പാത്രീഭവിക്കുകയും വടകരയിൽ നിന്ന് 1,00,000-ലധികം വോട്ടിന് തോക്കുകയും ചെയ്തൊരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ് കെ കെ ശൈലജ. അപ്പോൾ പ്രധാനപ്പെട്ട 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. ഇ പി ജയരാജനും പിന്നെ പി കെ ശ്രീമതിയും കെ കെ ശൈലജയും, ഇവർ 3 പേരും അസംതൃപ്തർ. പിന്നെ ഉള്ളത് പി ജയരാജനാണ്. പി ജയരാജൻ അസംതൃപ്തനാണെന്നുള്ളതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോഴാണെങ്കിൽ കൊലക്കേസിൽ പ്രതിയാണ്. വേറെ കതിരൂർ മനോജ് വധക്കേസ് എന്ന് പറഞ്ഞാൽ വേറൊരു കൊലക്കേസിലും പ്രതിയാണ്. ദീർഘകാലം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികളുടെ ചെന്താരകമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ശോഭന ജോർജ് മാറിയ ആ സ്ഥാനത്ത് പിന്നെ എവിടെ ഇരിക്കുകയാണ്, ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുകയാണ്. അതൃപ്തനാണ്. സെക്രട്ടേറിയറ്റിലേക്ക് വരണം എന്നുള്ള മോഹമൊക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എം വി ജയരാജനും അതൃപ്തനാണെന്നുള്ളത് ഇപ്പോൾ അയാൾ എതിർത്ത് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വ്യക്തമായല്ലോ. സുഹൃത്തുക്കളെ, ഇതിൽ ഇവർക്കെല്ലാവർക്കും എതിർപ്പ് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പി ശശി എന്ന് പറഞ്ഞ നേതാവിൻ്റെ വളർച്ചയാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. പി ശശി ഒരു കാലത്തും കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ടൊരു നേതാവായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ എപ്പോഴൊക്കെ CPM അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ അച്യുതാനന്ദൻ്റെ കാലം ഒഴിച്ചുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ ഭരണം നിയന്ത്രിക്കുന്നത് പി ശശിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. ആ പി ശശിയെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമം നടത്തിയത് എന്നുള്ള വർത്തമാനവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അതൃപ്തരാണെന്നുള്ളതൊന്ന്. 2, ഇവരെല്ലാവരും പി ശശിയുടെ വളർച്ചയിൽ ഖിന്നരാണ് എന്നുള്ളതൊന്ന്. 2, 3, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്നാമത്തെ കാരണമായി പറയാവുന്നത് പാർട്ടിയുടെ അണികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള അസ്വസ്ഥത. അതാണ് എം വി ജയരാജനെയൊക്കെ ഈ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് പാർട്ടിക്കകത്തു നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണത, പാർട്ടിയിൽ പിണറായി വിജയൻ പാർട്ടി എങ്ങോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആശങ്ക, ഇതൊക്കെ CPM-ൻ്റെ ചുവപ്പ് കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പാർട്ടി അണികൾക്കിടയിൽ വലിയ തോതിലുള്ള
അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി കണ്ടതാണ്. ധർമ്മടത്ത് പോലും പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറയുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ CPM-ൻ്റെ ചുവപ്പ് കോട്ടയായിട്ടുള്ള മട്ടന്നൂർ, പയ്യന്നൂർ, ഇവിടെയൊക്കെ തന്നെ CPM-ന് വലിയ തോതിൽ തിരിച്ചടിയേറ്റിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നേതാക്കന്മാരെ ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറിയായിട്ടുള്ള MV ജയരാജൻ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ സംസാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് കണ്ണൂരിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഈ എതിർപ്പ് ലോക്കൽ സമ്മേളനങ്ങളിലും അതിനുശേഷം ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും ഒക്കെ പ്രതിഫലിക്കും എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഫലത്തിൽ കേരളത്തിലെ ചുവപ്പ് കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ പോലും പിണറായി വിജയൻ്റെ പിടി വലിയ തോതിൽ അയയുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് പാർട്ടിയുടെ ചുവപ്പ് കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ പരസ്യമായി സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്താൻ.